പ്രദീപാണ് ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ ഇന്നലെ വന്ന് പറഞ്ഞതുപോലെ വസ്തുതയല്ല പറയുന്നത്, ഞാൻ പറയുന്നത് കച്ചക്കള്ളമാണെന്നൊക്കെ പറയുന്നത് താങ്കൾക്ക് പറയാൻ പൂർണ്ണമായ അവസരം തന്നു. മറുപടി ഒന്ന് ചോദിച്ചാൽ അതിനല്ല മറുപടി താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്, മറ്റു വിഷയങ്ങളിലാണ് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും താങ്കളുമായി ഇനി തർക്കിച്ച് സമയം കളയാൻ എനിക്കില്ല. ഈ ക്യൂബയിൽ ഇനി അടുത്തത് ട്രംപ് പറയുന്നത് ഞങ്ങൾ ഇനി ക്യൂബയിലേക്ക് ചെല്ലുകയാണ്. 59 മുതൽ ക്യൂബയെ പിടിക്കാൻ വേണ്ടി അമേരിക്ക തന്ത്രങ്ങൾ 18 അടവും പൂഴിക്കടകനടക്കം പ്രയോഗിച്ചിട്ടും നടന്നിട്ടില്ല. ഇപ്പോൾ വീണ്ടും ക്യൂബയെ ഞങ്ങൾ അടിച്ചിടും, ഞങ്ങളവിടെ സൗഹാർദ്ദപരമായ ഭരണമാറ്റം നടപ്പുമെന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? Anyway, Mr. Kiran, forget. You are very handsome with the blue shirt. നോക്കൂ, അല്ല അതിപ്പോ ഈ ചർച്ചയിൽ അത് കണക്കൂട്ടണ്ടേ, നമ്മൾ തർക്കിക്കണമെന്നാണ്. നമ്മൾ ഓരോരുത്തർക്ക് അവരവരുടെ അറിവും ചിലപ്പോ അവര് അറിവ് വെച്ചിട്ടല്ലേ അവർ തർക്കിക്കണം. ഇനി അതിനെ കുറിച്ച് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുന്നു, ഞാൻ എന്റെ കാര്യം പറയുന്നു. ഇപ്പൊ ക്യൂബയെ കുറിച്ച് നമ്മളിപ്പോ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. ഓരോരുത്തരുടേതായിട്ട് അവരുടേതായിട്ടൊരു വീക്ഷണം കാണും, അവർ പഠിച്ച കാര്യം കാണും, ഇതെല്ലാം വെച്ചിട്ടായിരിക്കും അവർ പറയണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചായ് വെച്ചായിരിക്കും പറയണം. ബേസിക്കലി ഒരു സത്യം മനസ്സിലാക്കണം, ഈ ക്യൂബ കിടക്കുന്നത് എവിടെയാണ്? അമേരിക്കയുടെ തൊട്ടടുത്ത്, അതായത് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മാലി ദ്വീപ് പോലെയാണ് ഈ ക്യൂബ. അത് എല്ലാവർക്കും നമുക്ക് ഭൂപ്രകൃതി അനുസരിച്ച് മനസ്സിലാവും. അവിടെ ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു എന്നവർ കാഴ്ചപ്പാട് പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന USSR അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ, ഈ റഷ്യയുടെ വെപ്പൺസ് എല്ലാം അവിടെ സ്ഥാപിക്കുകയാണ്. അണുബോംബുകൾ അവിടെ സ്ഥാപിച്ചിരുന്നു. ആ ഒരു കാലഘട്ടം മുതൽ ഇന്ന് നമ്മുടെ തൊട്ട് താഴെ, ഇന്ത്യയുടെ തൊട്ട് താഴെ മാലിയിൽ ചൈന കൊണ്ടുവന്ന അണുബോംബ് സ്ഥാപിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ രാഷ്ട്രത്തെ കാണുക? ശ്രീ പ്രദീപ്, എനിക്ക് ഇടപെടേണ്ടി വേണ്ടി ക്ഷമിക്കുക. എന്നാണ് അവിടെ റഷ്യ മിസൈൽ സ്ഥാപിക്കാൻ, ആണവ മിസൈൽ എന്ന് സംശയിക്കപ്പെടുന്ന മിസൈലുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയത്? അതിനൊക്കെ എത്രയും മുമ്പ് 1959 ബാസ്റ്റിസ്റ്റ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഫിദൽ കാസ്ട്രോ അധികാരത്തിലേറിയ അന്നു മുതൽ അമേരിക്ക ആ രാജ്യത്തിന് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ആ ഫിദൽ കാസ്ട്രോയെ കൊലപ്പെടുത്താൻ വേണ്ടി എണ്ണമറ്റ തവണ CIA എത്ര പണം ചെലവഴിച്ച് കാണും? അമേരിക്കയുടെ തൊട്ട് കീഴിൽ കിടക്കുന്ന കുഞ്ഞു രാജ്യമായിട്ടും 59 മുതൽ ശ്രമിക്കുകയാണ് അമേരിക്ക ആ രാജ്യത്തെ ഒന്ന് കീഴടക്കാൻ. പക്ഷേ ആ ക്യൂബയുടെ മുന്നിൽ ഇപ്പോൾ ഈ ദിവസം വരെയും കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല. നാളെ ഇനി എന്താവും എന്നറിയില്ല. എന്തായാലും അമേരിക്ക തോറ്റു പിന്നോട്ട് പോയ രാജ്യങ്ങളിൽ ഒന്നിന്റെ പേര് ക്യൂബ എന്നാണ്. മിസ്റ്റർ കിരൺ, ലോകത്ത് ഒരു ചെറിയ രാജ്യം, ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലും മാലിയെ പൂർണ്ണമായി നമുക്ക് കീഴടക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് 1947 ശേഷമല്ല, 1923 മുതൽ ബേസിക്കലി അവിടെ കമ്മ്യൂണിസം ജാസ്തിയായി വന്ന കാലം മുതൽ ഇവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ പണ്ട് തൊട്ട് അഭിപ്രായ വ്യത്യാസമാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും. ഈ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു അയൽവാസി അമേരിക്കയുടെ അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല, അമേരിക്കൻ നിയന്ത്രിതമായ ഒരു ഭരണമാണ് അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഭരണകൂടത്തെ അവിടെ നിന്ന് മാറുന്നു. അമേരിക്കക്കെതിരായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയ ഒരു ഭരണകൂടം അവിടെ നിലവിൽ വരുന്നു. അവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ രണ്ടുപേർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമല്ല. ഏകപക്ഷീയമായി അമേരിക്ക ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തിന് മേൽ ആക്രമണം അഴിച്ചുവിട്ടേ അല്ലാതെ ക്യൂബയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയെ പ്രകോപനം ഉണ്ടാക്കാനാണെങ്കിൽ 1000 കാരണങ്ങൾ അവർക്കുണ്ട്. ആ രാജ്യം അത്രത്തോളം നേരിട്ടതാണ്. അമേരിക്കൻ പക്ഷത്ത് നിന്ന് 1% പോലും ന്യായം പറയാൻ ലോകത്താർക്കും കഴിയില്ല. നോക്ക് മിസ്റ്റർ കിരൺ, ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയണല്ല. കമ്മ്യൂണിസം വന്നതുകൊണ്ട് തന്നെയാണ് ക്യൂബയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. തൊട്ടടുത്ത് കിടക്കുന്ന അഭിപ്രായ വ്യത്യാസമല്ല ശ്രീ പ്രദീപ് എന്ന് പറഞ്ഞാൽ. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് ഒരു രാജ്യത്ത് പോയി തെമ്മാടത്തരം കാണിക്കുന്നതിനെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയാൻ കഴിയുമോ? ആണ്, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അവിടെ അഭിപ്രായ വ്യത്യാസം ഞാൻ ഉദ്ദേശിച്ചത് അവരെ തമ്മിൽ ഫൈറ്റ് കൂടാനും നിരന്തരം ക്യൂബയ്ക്കെതിരായിട്ടുള്ള പല കാര്യങ്ങൾ ഈവൻ ആക്രമണം വരെ നടത്തുവാനുണ്ടായ എല്ലാ കാരണങ്ങളുടെയും ഒറ്റ കാരണം തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യം, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന, നമുക്ക് മാലിയായിട്ട് കണ്ടാൽ മതി, അതേപോലത്തെ ഒരു രാജ്യം താങ്കൾക്കെതിരായി താങ്കളുടെ ശത്രുക്കളായിട്ടുള്ള എല്ലാ ഐഡിയോളജിയും എല്ലാം കൊണ്ടുവരുമ്പോൾ അത് ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നുള്ളത് ഈ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ വിഷയമുണ്ട്. അറിയോ, ക്യൂബൻ ജനതകൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ക്യൂബയിലുള്ള വരുന്ന പല ആൾക്കാർക്കും ഇവിടുത്തെ റെസ്റ്റോറന്റുകളിൽ ജോലി കൊടുക്കാറില്ല. അത് താങ്കളുടെ ഒരു കറസ്പോണ്ടന്റ് കാണുമല്ലോ, ചോദിച്ചു നോക്കൂ. ഇത് ഐഡിയോളജിപരമായി. ശ്രീ പ്രദീപ്, താങ്കൾ ഈ പറയുന്ന ഇന്ത്യയും മാലിയുമായിട്ടുള്ള താരതമ്യം ഇതുമായിട്ട് ഒരു തരത്തിലും യോജിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ തുടക്കത്തിൽ 59 ക്യൂബ മുതൽ തുടങ്ങിയ ആക്രമണമാണല്ലോ. അതിനെന്തായിരുന്നു റീസൺ? അവിടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നു, അമേരിക്കയുടെ നിയന്ത്രണം അവിടെ പറ്റില്ല, ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ ഭരിക്കും എന്നവർ തീരുമാനിച്ചു. നിങ്ങളുടെ ചട്ടമ്പിത്തരം ഞങ്ങളുടെ രാജ്യത്തോട് വേണ്ട എന്ന രാജ്യം ഉറക്കെ പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതല്ലേ ഇവർ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ അടുത്ത് കിടന്ന് ഭീഷണിയൊക്കെ ഉയർത്താൻ, ഈ ക്യൂബ എന്ത് ഭീഷണി ഉയർത്താനാണ് അമേരിക്കയ്ക്ക്? ക്യൂബ ഇങ്ങോട്ട് അമേരിക്ക കയറി അവർ ഗതികെട്ട ഘട്ടത്തിലാണ് മറ്റു രാജ്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് മിസൈൽ സ്ഥാപിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. ആ രാജ്യത്തെ നിരന്തരം അമേരിക്ക എന്നൊരു ഭീമൻ അടിച്ചിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എന്നിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് പറയാൻ എന്ത് ന്യായം അത്?
ഇല്ല, അത് ന്യായം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. പക്ഷെ കിരൺ, താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്. അതായത് അതായത് ലോകം മുഴുവൻ കമ്മ്യൂണിസം പരക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അന്ന് അമേരിക്കയിലും ഉണ്ടായിരുന്നു കമ്മ്യൂണിസം. അത് അവരെ നിരോധിക്കുകയും ഒപ്പം ആ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ എല്ലാം ശക്തമായ നടപടിയെടുത്തു. അതിന്റെ ഭാഗമായി തന്നെയാണ് ക്യൂബയുമായി വളരെയധികം ഒരു അവർ തമ്മിൽ ഒരു വൈരാഗ്യം, ഒരു എനിമിറ്റി ഫുൾ ഉണ്ടാവുന്നത്. ക്യൂബയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മാറി മാറി ഇടയ്ക്കിപ്പോ ഏതോ വന്നൊരു സർക്കാരുമായിട്ട് ഐ തിങ്ക് നമ്മുടെ കെന്നഡിയാണെന്ന് അദ്ദേഹമായിട്ടൊക്കെ എന്തോ ഒരു ഡീല് വെച്ചതാണ്. അതെല്ലാം ഫെയിലിയർ ആയിപ്പോയി. അല്ലെ, ഡീൽ വെച്ചത് ഒബാമയുടെ കാലത്ത് റൗൾ കാസ്ട്രോയുമായി ചർച്ച നടത്തുകയും രണ്ട് രാജ്യങ്ങളെയും നയതന്ത്ര ബന്ധത്തിൽ നയതന്ത്ര പ്രതികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഉപരോധത്തിലൊക്കെ ചില ഇളവുകളൊക്കെ വരുത്തിയിരുന്നു. ട്രംപ് വീണ്ടും വന്നതോടുകൂടി അതെല്ലാം എടുത്തു കളഞ്ഞ് ഞങ്ങൾ അമേരിക്കക്കാർക്ക് അങ്ങനെ ക്യൂബയായിട്ട് അങ്ങനെ സൗഹൃദമൊന്നും വേണ്ട, വീണ്ടും അവരെ അടിക്കാൻ തുടങ്ങി. അതെ, ഇപ്പൊ നോക്കൂ, എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ ഒരു രാജ്യത്തിന്റെ മേൽ കടന്നു കയറുന്നത് ബേസിക്കലി ശരിയല്ല. പക്ഷേ ഒരു അയൽവാസിയായ ഒരു രാജ്യം എപ്പോഴും തൊട്ടടുത്ത് കിടക്കുന്ന വലിയ അല്ലെങ്കിൽ ഒരു മദർ ലാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എക്സാമ്പിൾ അമേരിക്ക ക്യൂബയുടെ മദർലാൻഡ് ആവുന്നത് അത് ഏത് അർത്ഥത്തിലാണ്? നോ, ഞാൻ പറയാം, തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ രാജ്യങ്ങൾ താരതമ്യേന ചെറുതാണെന്ന് വെക്കൂ. നിങ്ങൾ അവരുമായിട്ട് ഫൈറ്റ് കൂടാതെ നിങ്ങളുടെ ശത്രുക്കളുമായിട്ട് വലിയ ഇത് വെക്കാതെ. ഞാൻ ആദ്യം പോലെ ചോദിക്കുന്നത്, ക്യൂബയാണോ അമേരിക്ക ആക്രമിക്കാൻ ആദ്യം അങ്ങോട്ട് പോയത്? എന്ത് ന്യായമാണ് ഈ പറയുന്നത്? ഒരു രാജ്യത്ത് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ചെറിയ രാജ്യം, അമേരിക്കയുടെ മുന്നിൽ ഒന്നും അല്ലാത്ത ഒരു കുഞ്ഞു രാജ്യം, സാമ്പത്തികമായ ഒരു തരത്തിലോ ശേഷിയില്ലാത്ത ഒരു ചെറിയ രാജ്യം, ആ രാജ്യത്തെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് നശിപ്പിച്ചിട്ട് പിന്നീട് അവർ നിങ്ങളെ അനുസരിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ന്യായമാണ്? അത് ആത്മാഭിമാനമുള്ള ഏതെങ്കിലും മനുഷ്യന് പറ്റുമോ ആ ന്യായം അംഗീകരിക്കാൻ? നോക്കൂ, ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല, കാരണം ആരെങ്കിലൊക്കെ പോയാൽ വെയിറ്റ് ചെയ്തുണ്ടാവും. നോക്കൂ, ഇതിനകത്തെ ഒറ്റ കാര്യമേ ഉള്ളൂ. ചൈന അല്ലെങ്കിൽ റഷ്യ, ഈ രാജ്യങ്ങൾക്കെതിരെ ഉള്ള ഒരു മനോഭാവം തന്നെയാണ് അവരുമായി കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ. ഇപ്പോ തന്നെ ഈ ഇറാനുമായിട്ടുള്ള വിഷയങ്ങളുടെ ഒരു കാരണം എന്താണ്? പക്ഷേ ചൈന അടുത്ത് പോകുന്നില്ലല്ലോ അടിക്കാൻ. പ്രദീപ്, അത് നല്ല ശക്തിയുള്ള അത്രേ ഉള്ള ആയുധ ശക്തിയുള്ള ആളുകളെ കാണുമ്പോൾ പേടിക്കും. പാവപ്പെട്ടവരെ കാണുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് അവരുടെ തലയിൽ കയറാൻ തോന്നും. അത്രേ ഉള്ള കാര്യം. അത് നമുക്ക് തിരിച്ചടി കിട്ടുമെന്നുള്ളവന്റെ അത്രേ ഉള്ളൂ. ആ കാര്യം വല്ലപ്പോഴും ഒക്കെ അംഗീകരിക്കാൻ താങ്കൾ തയ്യാറാവണം. സ്ഥിരമായി ഇങ്ങനെ അമേരിക്കൻ പക്ഷപാതം പറയാതെ. നോ, ഞാനൊരിക്കലും അമേരിക്കൻ പക്ഷപാതം ഒന്നും പറയാറില്ല. ഞാൻ അതിൽ എന്നാ കഴിയുന്ന എന്റെ ഫാക്ട് പറയും. ശരി, ഓക്കെ, എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് അടുത്ത പ്രേക്ഷകരിലേക്ക് പോകണം. ശ്രീ രാജീവാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അമേരിക്ക അവരുടെ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ക്യൂബയാണ് ലക്ഷ്യമെന്നാണ് പറയുന്നത്. താങ്കൾക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.